ഏപ്രിൽ 17 മലപ്പുറത്തു നിന്നുള്ള ടീച്ചർമാരെ സഞ്ചരിച്ച വാന് വാൽപ്പാറയിലെ 13ാം വളവിൽ നിന്ന് കൊക്കയിലേക്ക് മറിഞ്ഞ വാർത്തയുടെ ഞെട്ടലിൽ നിന്ന് നമ്മളാരും പുറത്തു വന്നിട്ടുണ്ടാവില്ല. 9 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ഇന്റർനെറ്റിൽ ചർച്ചയാവുന്നതൊന്നുമല്ല. ഈ അപകടം നടക്കുന്നതിന് കൃത്യം 7 ദിവസം മുന്നേ ഒരു സ്ത്രീ സമാനമായ ഒരു അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു വണ്ടി കൊക്കയിലേക്ക് മറിയുന്നതും കുറേ പേര് മരിക്കുന്നതും അവർ അതിൽ പ്രവചിച്ചിരുന്നു. അതിലും അത്ഭുതകരമായ കാര്യം, അപകടത്തിൽപ്പെട്ട വണ്ടിയുടെ നമ്പറും തൻ്റെ സ്കൂട്ടറിൻ്റെ നമ്പറും ഒന്നാണെന്ന് അവർ അവകാശപ്പെടുന്നുവെന്നാണ്. ഇത് വെറും ഒരു തോന്നലാണോ, അതോ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നതാണോ, അതോ മറ്റെന്തെങ്കിലും ശാസ്ത്രീയമായ കാരണങ്ങളാണോ ഇതിന് പിന്നിൽ? നമ്മുടെയൊക്കെ തലച്ചോറിൽ ശരിക്കും എന്താണ് നടക്കുന്നത്? നിങ്ങൾ നിമിത്തങ്ങളിലും യാദൃശ്ചികതകളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറ്റിക്കളയും, ഉറപ്പാണ്. നമുക്കിതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പരിശോധിക്കാം. മായ എന്ന പ്രൊഫൈലിൽ നിന്നും ഈ ദാരുണമായ അപകടം നടക്കുന്നതിന് ഒരാഴ്ച മുന്നേ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. തിരക്കുള്ളൊരു സമയത്ത് ഒരു വണ്ടി കൊക്കയിലേക്ക് മറിയതിനെ കുറിച്ചായിരുന്നു അത്. പിന്നീട് സംഭവിച്ചതോ, മലപ്പുറത്തു നിന്നുള്ള ടീച്ചർമാരെ സഞ്ചരിച്ച വാന് വാൽപ്പാറയിലെ ഏറ്റവും അപകടം പിടിച്ച വളവിൽ നിന്ന് താഴേക്ക് പതിച്ചു. അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആളുകൾ ഈ പോസ്റ്റും അപകടവും തമ്മിൽ ബന്ധിപ്പിക്കാൻ തുടങ്ങി. ഒരുപാട് പേരാണ് മായയ്ക്ക് ഭാവി കാണാൻ കഴിയുമെന്ന് കമന്റ് ചെയ്തത്. ഇത് ടെലിപ്പതിയാണെന്ന് പലരും ഉറപ്പിച്ചു. പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു മെയിൻ പോയിന്റ് ഉണ്ട്. മായ ഇതിനെ വിളിക്കുന്നത് ടെലിപ്പതി എന്നാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതല്ല, ടെലിപ്പതിയല്ല. മറ്റൊരാളുടെ മനസ്സിലുള്ളത് വായിക്കുന്നതിനെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അവർ പറയുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇതിന് ശരിക്കും പറയുന്ന പേര് പ്രീ കോഗ്നിഷൻ എന്നാണ്. ഈ വ്യത്യാസം തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ നിഗൂഢതയുടെ ചുരുളഴിയാൻ തുടങ്ങും. സൈക്കോളജിയിൽ ഷോർട്ട് ഗൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ, ഞാനൊരു തോക്ക് എടുത്തിട്ട് ഒരു ഉണ്ട മാത്രം വെച്ചിട്ട് വെടിവെക്കുന്നു എന്ന് വയ്ക്കാം. അത് ലക്ഷ്യത്തിൽ കൊണ്ടില്ലെങ്കിൽ ഞാൻ തോറ്റു. പക്ഷേ ഒരു ഷോർട്ട് ഗൺ ഉപയോഗിച്ചാൽ അതിൽ 100 പെല്ലറ്റ്സ് ഒരേ സമയം തെറിക്കും. അതിൽ ഒരെണ്ണമെങ്കിലും ലക്ഷ്യത്തിൽ കൊണ്ടാൽ ഞാൻ ജയിച്ചു. ബാക്കി 99 എണ്ണം എവിടെ പോയെന്ന് ആരും നോക്കില്ല. ഇപ്പോൾ ഒരാളൊരു കാര്യം പ്രവചിച്ചു, അത് തെറ്റിപ്പോയെന്ന് വിചാരിക്കാം. പിന്നെ ആരും അയാളെ മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഒരാൾ 100 കണക്കിന് കാര്യങ്ങൾ ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടേയിരുന്നാലോ, അതിൽ ഭൂരിഭാഗം തെറ്റിയാലും എപ്പോഴെങ്കിലും ഒരെണ്ണം മാത്രം അങ്ങ് ശരിയാവും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? തെറ്റിപ്പോയാൽ ബാക്കി 100 കാര്യങ്ങൾ അങ്ങ് മറക്കും. എന്നിട്ട് ശരിയായ ഒരൊറ്റ കാര്യം മാത്രം ഓർത്തെടുത്ത് ഇത് അത്ഭുതമാണെന്ന് പറഞ്ഞ് വൈറലാക്കും. സോഷ്യൽ മീഡിയ നോക്കി കാണാം, ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ചില പ്രവചനങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു, റോഡിൽ പോകുമ്പോൾ സൂക്ഷിക്കണം, ഒരു വലിയ അപകടം ഞാൻ കാണുന്നു. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് വണ്ടികൾ ഓടുന്ന നമ്മുടെ നാട്ടിൽ, 146 കോടി ജനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു അപകടം നടക്കുക എന്ന് പറഞ്ഞത് ഒരു അത്ഭുതമല്ല, അതൊരു കണക്കാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് പ്രവചനങ്ങൾക്കിടയിൽ ഒരെണ്ണം മാത്രം ഒന്ന് ശരിയാകുമ്പോൾ നമുക്കതൊരു വലിയ സംഭവമായിട്ട് തോന്നും. ആ പോസ്റ്റിലെ വാക്കുകൾ ശ്രദ്ധിച്ച് നോക്കൂ. ഒരു വലിയ അപകടം, ബസ് കൊക്കയിലേക്ക് മറിയുന്നു, 16 പേര് ഈ വെക്കേഷൻ കാലത്ത്. ഇവിടെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഈ വെക്കേഷൻ സമയത്ത് വാൽപ്പാറ അല്ലെങ്കിൽ വയനാട് പോലുള്ള ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്നതിൻ്റെ എണ്ണം വല്ലാതെ കൂടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹെയർപിൻ വളവുകളിൽ ബസ്സുകൾ അപകടത്തിൽപ്പെടുക എന്നത് ഈ മാസങ്ങളിൽ നിർഭാഗ്യവശാൽ ഒരുപാട് സംഭവിക്കുന്ന കാര്യമാണ്, പതിവായി സംഭവിക്കുന്ന കാര്യമാണ്. ഇതൊരു വലിയ പ്രവചനമൊന്നുമല്ല, മറിച്ച് ആ സമയത്ത് നടക്കാൻ സാധ്യതയുള്ള ഒരു കണക്ക് മാത്രമാണ്. വേറൊരു കാര്യമുള്ളത് കുറച്ചുകൂടി സീരിയസ് ആണ്. അതിവിടെ നടന്നു എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, അങ്ങനെയും നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. ഇതിനെ ഡിജിറ്റൽ ടൈം ട്രാവൽ എന്ന് വിളിക്കാം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് പ്രവചനം എന്നത് ഒരു ദൈവിക കഴിവൊന്നുമല്ല, മറിച്ച് വെറും ഒരു ഫീച്ചർ മാത്രമാണ്. ചിലർ എന്ത് ചെയ്യുന്ന അറിയോ, ഇൻസ്റ്റാഗ്രാമിൽ മറ്റോ ഒരുപാട് പ്രവചനങ്ങൾ ഒരുമിച്ചിട്ടിട്ട് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വെക്കും, അല്ലെങ്കിൽ ഓൺലി ഫോളോവേഴ്സ് മാത്രമാക്കി വെക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു ദുരന്തം നടക്കുമ്പോൾ അതിനോട് സാമ്യമുള്ള ഒരൊറ്റ പോസ്റ്റ് മാത്രം നിർത്തിയിട്ട് ബാക്കി 49 എണ്ണവും ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് അക്കൗണ്ട് അങ്ങ് പബ്ലിക് ആക്കും. അതോടെ സംഭവം കഴിഞ്ഞു. ജനങ്ങൾക്ക് മുന്നിൽ അയാൾ വലിയൊരു പ്രവാചകനായി മാറി. വാൽപ്പാറ സംഭവത്തിൽ ഇങ്ങനെ നടന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കുണ്ടാകുന്ന ഈ അത്ഭുതം ഇൻഫ്ലുവൻസേഴ്സിനെ സംബന്ധിച്ച് ഇവരൊരു ബിസിനസ്സാണ്. നിങ്ങളുടെ വിശ്വാസം അവർക്കൊരു എൻഗേജ്മെന്റ് മാത്രമാണ്. നമ്മൾ പേടിച്ചിരിക്കുമ്പോഴോ അല്ല സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ നമ്മുടെ യുക്തി അങ്ങ് നിന്നു പോകും. അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെയുള്ളവർക്ക് മുന്നിലേക്ക് ഇത്തരം ഡിജിറ്റൽ വേലത്തരങ്ങൾ വെച്ച് അവർ ഉത്തരം കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു പ്രവാചക പരിവേഷം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയാം. ഇത് അവർ ചെയ്യണമെന്നില്ല, അവരിൽ ദൈവിക ശക്തി കാണുന്നവരും ചെയ്യാം. ഇവരൊരു പ്രവചനം മാത്രം കൊണ്ട് ആരെയും വിശ്വസിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടി പൊക്കിയെടുത്തുകൊണ്ടുവരും. അപ്പം ഉദാഹരണത്തിന് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച് അവർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോയി കാണാതായ ഒരാൾ തിരിച്ചു വരുമെന്ന് പ്രവചിച്ചു എന്ന് പറയും. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നും, അല്ലേ?
പക്ഷെ സത്യം എന്താണെന്നറിയോ? മഴക്കാലത്ത് വയനാട് പോലുള്ളൊരു സ്ഥലത്ത് ഉരുൾപൊട്ടുണ്ടാകുമെന്ന് പറയുന്ന അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. അതൊരു സാധാരണ സംഭവമാണ്. തിരക്കുള്ള സമയത്ത് റോഡിൽ ട്രാഫിക് ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ, മഞ്ഞുകാലത്ത് കാശ്മീരിൽ മഞ്ഞ് പെയ്യും എന്ന് പറയുന്ന പോലെ സിമ്പിളായ കാര്യം. അതുപോലെ തന്നെ കാണാവുന്ന മിക്ക മലകയറ്റക്കാരും ട്രക്കേഴ്സും പിന്നീട് ജീവനോട് തിരിച്ചു വരാറുണ്ട് എന്നുള്ളത് കണക്കുകൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. ഇതൊന്നും അസാധ്യമായ കാര്യങ്ങളല്ല, മറിച്ച് സംഭവിക്കാൻ നല്ല സാധ്യതയുള്ള ഹൈ പ്രോബബിലിറ്റി എന്ന് പറയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇങ്ങനെയുള്ള സംഭവിക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് തോന്നും ഇവർ പറയുന്ന എല്ലാം കൃത്യമാണെന്ന്. നമ്മുടെ തലച്ചോറ് അവിടെ ഒരു പാറ്റേൺ കണ്ടെത്താൻ ശ്രമിക്കും. ഒരിക്കലും ആ പാറ്റേൺ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് നിർത്തും. അതോടെ അവർ പറയുന്നത് എന്തോ സത്യമാണെന്ന് നമ്മൾ അന്ധമായി വിശ്വസിച്ചു തുടങ്ങും. ഇനിയാണ് എല്ലാവരെയും വീഴ്ത്തിയ ആ മെയിൻ പോയിന്റ് വരുന്നത്, ആ നമ്പർ പ്ലേറ്റ്. അപകടത്തിൽപ്പെട്ട വണ്ടിയുടെ അതേ നമ്പർ പ്ലേറ്റ് തന്നെയാണ് തൻ്റെ സ്കൂട്ടറിൻ്റെ എന്ന് അവർ അവകാശപ്പെട്ടു. ഇത്രയും സ്പെസിഫിക് ആയ ഒരു കാര്യം കേൾക്കുമ്പോൾ ആരും ഒന്ന് ഞെട്ടും അല്ലേ? പക്ഷേ ഇതിനെയാണ് ശാസ്ത്രം ക്ലസ്റ്ററിംഗ് ഇല്യൂഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് കോടിക്കണക്കിന് നമ്പറുകൾക്കിടയിലാണ്. ലക്ഷക്കണക്കിന് വണ്ടികൾ, അതിലും വലിയ കോമ്പിനേഷനുകൾ. ഇത്രയും വലിയൊരു സിസ്റ്റത്തിൽ ഒരേപോലെയുള്ള നമ്പറുകൾ ആവർത്തിച്ച് വരുന്നത് അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. അതെപ്പോഴും നടക്കാറുള്ള കാര്യമാണ്. പക്ഷെ ആ നമ്പറിനെ ഒരു വലിയ ദുരന്തമായി ബന്ധിപ്പിച്ച് ഇതൊരു അമാനുഷിക ശക്തിയാണെന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് അതിന് ഇത്രയും അർത്ഥം ഉണ്ടാകുന്നത്. ഒന്നുമില്ലാത്ത കാര്യങ്ങൾ പോലും എന്തെങ്കിലും ഒരു അർത്ഥം കണ്ടെത്താൻ നമ്മുടെ തലച്ചോറിനൊരു പ്രത്യേക കഴിവുണ്ട്. ആ പാറ്റേണിലേക്ക് ഒരു കുഞ്ഞിക്കഥ കൂടി ചേർത്ത് വെച്ചാൽ പിന്നെ അതൊരു വെറും ഒരു യാദൃശ്ചികതയാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ തലച്ചോറ് നമ്മളെ പറ്റിക്കുന്ന ഒരു മാജിക്കാണിത്. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിലെ യഥാർത്ഥ അപകടം ആ പ്രവചനമല്ല, മറിച്ച് അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന മാറ്റങ്ങളാണ്. പെട്ടെന്നൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറ് അതിൻ്റെ കാരണം തരാൻ തുടങ്ങും. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ അത് വല്ലാതെ ആഗ്രഹിക്കും. കാരണം എല്ലാം ഒരു യാദൃശ്ചികതയാണെന്ന് കരുതാൻ നമുക്ക് പേടിയാണ്. ആ സമയത്ത് ആരെങ്കിലും ഒരു കാരണം പറഞ്ഞു തന്നാൽ എത്ര യുക്തിക്ക് നിരക്കാത്താണെങ്കിലും നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് അത് വിശ്വസിക്കും. കാരണം ആ ഒരു കാരണം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. പക്ഷെ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയാൽ അത് പതുക്കെ നമ്മൾ ലോകത്തെ കാണുന്ന രീതി തന്നെ മാറ്റിക്കളയും. ബുദ്ധിയേക്കാൾ കൂടുതൽ വികാരങ്ങൾക്ക് നമ്മൾ വില കൊടുക്കാൻ തുടങ്ങും. തെളിവുകളേക്കാൾ കൂടുതൽ കഥകളെ വിശ്വസിക്കും. ഒരിക്കലും കെണിയിൽ വീണ് കഴിഞ്ഞാൽ അടുത്ത തവണ ഇതിലും വലിയ കള്ളത്തരങ്ങൾ വിശ്വസിക്കാൻ നമുക്കൊരു മടി ഉണ്ടാവില്ല. ചുരുക്കത്തിൽ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കാൻ തുടങ്ങും. വാൽപ്പാറയിലെ ആ അപകടം ഒരു പ്രവചനമല്ല, അതൊരു വലിയ ദുരന്തമായിരുന്നു. 9 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത് ആരെങ്കിലും എന്തെങ്കിലും പ്രവചിച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ റോഡുകളിലെ അപകട സാധ്യതകൾ കാരണമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ അമാനുഷികമായി കാണാൻ തുടങ്ങുമ്പോൾ ശരിക്കും ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ മറന്നുപോകും. ആ റോഡ് സുരക്ഷിതമായിരുന്നോ? അത് തടയാൻ കഴിയുമായിരുന്നോ? ഇനി ഇതുപോലൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ തരുന്നതിന് പകരം നമ്മൾ ഈ നിമിത്തങ്ങളും ലക്ഷണങ്ങളും ടെലിപ്പതിയൊക്കെ തിരഞ്ഞു പോവുകയാണ്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നിങ്ങളുടെ യുക്തി ഇല്ലാതാക്കാൻ അനുവദിക്കരുത്. നമ്മുടെ തലച്ചോറ് കരുത്തുള്ളതാണ്, പക്ഷെ അതിനും തെറ്റുകൾ പറ്റാം. അതുകൊണ്ട് നിങ്ങൾ കാണുന്നതിനൊക്കെ ചോദ്യം ചെയ്യുക. വെറും കഥകൾക്കപ്പുറമുള്ള കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യങ്ങളെ പ്രവചനമെന്ന് വിളിക്കാതിരിക്കുക. അറിവോടെ ഇരിക്കുക, യുക്തിയോടെ ചിന്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സുഹൃത്തിന് വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്.